റജി ലൂക്കോസ്, അതായത് ഏതൊക്കെ തരത്തിലാണ് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ വികസിക്കുന്നതെന്ന് നോക്കാം. വലിയ മിടുക്ക് കാട്ടാനായി ചെയ്ത പ്രഖ്യാപനങ്ങൾ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അത് തന്നെ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി എടുത്തു കാട്ടപ്പെടുന്നു. തെരുവിലടി, അസഭ്യം പറച്ചിൽ, രാജിവെപ്പ്. ഇപ്പോഴിതാ നിയമം കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പോലും രാജിവെക്കുന്നു. മണക്കാട് സുരേഷിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ. അത് നിസ്സാരമല്ല. എങ്ങനെയാണ് കോൺഗ്രസിനുള്ളിൽ? അതും ഇത് തിരുവനന്തപുരത്ത് മാത്രം കാര്യമല്ല, ചെന്നിത്തലയിലും ആലപ്പുഴയിലും ഒപ്പം എവിടെയാണ്, കൊല്ലത്തുമൊക്കെ ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ദുർബലമായ സാഹചര്യത്തിലൂടെ കോൺഗ്രസ്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്, കോൺഗ്രസ് പതിവായിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെയൊക്കെ വൈകിയേ ഞങ്ങൾ നിശ്ചയിക്കാറുള്ളൂ, അത് ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ അവർ സ്കോർ ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് സ്ഥാനാർത്ഥി നഗരസഭാ അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി. ശബരിനാഥ് ഉൾപ്പെടെയുള്ളവരുടെ ഏതാണ്ട് 36ഓളം 2 ഘട്ടങ്ങളിലായി 38ഓളം പേരുടെ പേരുകൾ പ്രഖ്യാപിച്ചു. പക്ഷെ അത് ഏറ്റവും വലിയ അബദ്ധമായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ മണക്കാട് സുരേഷ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം നിയമത്തെ സീറ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് ചെന്നിത്തല, നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ തട്ടകത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നു, ആലപ്പുഴയിൽ 3 വിഷയം ഉണ്ടായിരിക്കുന്നു. പക്ഷെ എന്നെ ആശങ്കപ്പെടുത്തുന്നതും ഇവരുടെ ഗീർവാണങ്ങൾക്ക് ഒരു വിലയില്ലെന്ന് പറയുന്ന വേറൊരു വാർത്ത പുറത്തുനിന്നുണ്ട്. ജിംഷാദ് കേട്ട് കാണുമായിരിക്കും. മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അവിടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് നടത്തി അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ കോലീബി ആവർത്തിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വെൽഫെയർ പാർട്ടിയുമായി പ്രഖ്യാപനം അവർ സഹകരിച്ച സ്വഭാവത്തിൽ നീങ്ങുമെന്ന് ലീഗ് അടക്കം പരസ്യമായി പറഞ്ഞതാണ്. അല്ലല്ല, എങ്കിൽ പോലും അവർ വെൽഫെയർ പാർട്ടിയായിട്ട് എവിടെയാണ് ഞങ്ങളുടെ സഖ്യത്തിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതവിടെ നിൽക്കട്ടെ, വേറൊരു പ്രശ്നമുണ്ട്. അതായത് PMS എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥികളുമായിട്ട് അല്ലെങ്കിൽ BJPക്കാരുമായിട്ട് എവിടെയെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി അവരോട് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നു. പിന്നെ ഞാൻ അതൊന്ന് മനസ്സിലാക്കുന്നത് എന്താ, കേരളത്തിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിട്ടോ അല്ലെങ്കിൽ കാലാകാലങ്ങളുമായിട്ട് ശത്രുതയുണ്ടെന്ന് അവർ പ്രഖ്യാപിക്കുന്നവരായിട്ടോ ഉള്ള സഖ്യത്തിന് അവർ തയ്യാറാണ്. വടകരയും ബേപ്പൂരും ഇവർ ആവർത്തിക്കാനായിട്ട് ഇവർ തയ്യാറാണെന്നുള്ളതാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് കോലിബി സഖ്യത്തിന് പോലും അവർക്ക് വിജയിച്ച് കയറാനായിട്ട് നാണമില്ലാത്ത രീതിയിലുള്ള സഖ്യം മുസ്ലിം ലീഗിന് സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ നിയമത്തെ വിഷയവും ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആരോപണം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമാണ്. കാരണം CPIM-നെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ BJPയുമായി അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയതാകാം ഈ നിയമത്തിൽ ഇത്തരത്തിലൊരു ദുർബല സ്ഥാനാർത്ഥി നിർത്തിയുള്ള നീക്കം എന്നൊക്കെ ഉണ്ട്. അല്ല, മണക്കാട് സുരേഷിന്റെ രാജി തന്നെ അത് വളരെ പ്രത്യക്ഷ തന്നെ അദ്ദേഹത്തിന്റെ രാജിയുടെ സൂചന അതാണല്ലോ. അവിടെ CPM-നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിന്റെ ഫലമായിട്ടാണ് മണക്കാട് സുരേഷ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. തന്നെയുമല്ല ഇന്ന് വൈകുന്നേരം കെ മുരളീധരന്റെ ജാഥ തുടങ്ങാൻ പോവാണ്. അത് നമ്മൾ ആലോചിക്കണ്ടേ. അപ്പൊ അതോടുകൂടി തന്നെ ഈ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയാണ്. അത് അവരുടെ മുതിർന്ന നേതാക്കന്മാർ കുറെ കാലങ്ങളായിട്ട് KC വേണുഗോപാൽ, VD സതീശൻ, എന്തിനധികം നമ്മളുടെ പാവം എന്ന് പേരിതിരിക്കുന്ന സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തലയൊക്കെ തമ്മിലുള്ള അതിഭയങ്കരമായിട്ടുള്ള തമ്മിലടി താഴെത്തട്ടിലേക്ക് വ്യാപിച്ചിരിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എവിടെ CPM-നെ തകർക്കാൻ പറ്റുന്നോ അവിടെ അവർ ആരുമായിട്ട് യോജിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുതിർന്ന നേതാവ് മണക്കാട് സുരേഷിനെ പോലുള്ള രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതേ പ്രശ്നമാണ് ചെന്നിത്തലയിൽ ഉണ്ടായിരിക്കുന്നത്. ചെന്നിത്തല ഇതുതന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 3 ഇടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായി കഴിച്ചിരിക്കുന്നത്, UDP എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള അവരുടെ അപകടകരമായ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കോലിബി സഖ്യം ഒരിക്കൽ കൂടി രൂപാന്തരപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ പോയി സംസാരിക്കാം ലീഗിന്റെ നേതൃത്വമായിട്ട് എവിടെയാണെന്ന് അറിയിച്ചത് അവിടെ എല്ലാം ഞാൻ പോവാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക് കേരളം പോകുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം അജിംഷാദ് വളരെ വ്യക്തമായി. ഇനി നടക്കാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തിലേക്ക് LDF നടന്നു കയറും എന്നത് യാതൊരു സംശയമില്ല. ഇപ്പൊ എന്റെ ജില്ലയായ കോട്ടയത്ത് കേരള മാധ്യമങ്ങള് ഇടതുപക്ഷത്തെ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ വാർത്തകൾ പറയാൻ തുടങ്ങി. പക്ഷേ ബഹുമാനപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പറഞ്ഞു, ഇത് എന്തൊരു വാർത്ത നിങ്ങൾ കൊടുക്കുന്നത്, ഞങ്ങൾ തമ്മിൽ യാതൊരു വിഷയവുമില്ല.
പുതിയതായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന തലനാട് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തില്ല. അത് ഞങ്ങൾ വളരെ രമ്യമായിട്ട് ഇന്നുകൊണ്ട് അത് പരിഹരിക്കും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാൽ കോട്ടയം ജില്ലയിൽ, ഇപ്പൊ എന്റെ ജില്ല അവിടെ എടുത്തു പറഞ്ഞില്ല, കോട്ടയം ജില്ല പല സ്ഥലങ്ങളിലും കോൺഗ്രസും അതുപോലെ തന്നെ അവരുടെ ഘടകകക്ഷികളും സ്ഥാനാർത്ഥിത്വം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ തിരുവനന്തപുരം തെരുവിലേക്ക് ഇറങ്ങി, ചെന്നിത്തല ആലപ്പുഴ തെരുവിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർ ലജ്ജാകരമായ രീതിയിലുള്ള അധപ്പതനത്തിലേക്ക് തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി കേരളത്തിലെ ജനങ്ങൾക്ക് പഞ്ചായത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം രീതിയിലുള്ള വിധി എഴുതണ്ടേ, അത് ആർക്കൊക്കെയാണ് വിധി എഴുതണ്ടേ എന്നുള്ള ഒരു മുൻവിധി ഒന്നുമില്ലാതെ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവർ കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് എന്റെ ഈ നിരീക്ഷണത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ LDF കുതിച്ചു കയറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.